വളരെ ഈസിയിലും ടേസ്റ്റിയിലും നമുക്കൊരു പക്കോട തയ്യാറാക്കിയാലോ. അപ്പോൾ അതേ വലിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണിത്. നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു 3 പച്ചമുളക് അതുപോലെ തന്നെ ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ. പക്ഷേ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അതങ്ങ് സ്കിപ്പായി പോയിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി, ഒരു പിഞ്ച് സോഡാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ നമ്മൾ കലക്കിയെടുക്കരുത്. അപ്പോൾ ഒരുപാടങ്ങ് ലൂസായും പോകരുത്, ഒരുപാടങ്ങ് കട്ടിക്ക് ഒരുക്കരുത് കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും മാറ്റിയേക്കണം കേട്ടോ. പിന്നെ അതിൽ നിങ്ങൾക്ക് മല്ലിയില ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. പിന്നെ നല്ല തിളച്ച എണ്ണയിൽ വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലൊരു റെഡ് കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കി വെക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി അതിലുണ്ട് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.